കിഴക്കമ്പലം പോലെയുള്ള ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സ്വീകാര്യത പറ്റിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു പഞ്ചായത്ത് മാത്രം കേന്ദ്രീകരിച്ച് അത്രയും വലിയൊരു കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ റോഡുകൾ നല്ലതായിരിക്കും, അവിടുത്തെ പഞ്ചായത്ത് സൗകര്യങ്ങൾ വളരെ നല്ലതായിരിക്കും. ഒരു വൺ മാൻ ഷോ പോലെ ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഒരു കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫണ്ടിങ് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ചും പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നതൊക്കെ അവസാനം ഇവർക്ക് കോടതി വരെ പോകേണ്ട അവസ്ഥ. ബിസിനസ്സുകാരന്റെ തോട്ട് പ്രോസസ്സും ഒരു സോഷ്യൽ വർക്കറുടെ തോട്ട് പ്രോസസ്സും ഡിഫറെന്റ് ആണ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ ആം ആദ്മി പാർട്ടി കളിച്ചതുപോലെ ഒരു കളിയാകാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ച് ഈ 2020 എന്ന് പറയുന്ന പാർട്ടീനെ അവരുടെ കെണിയിൽ വീഴുന്ന ആൾക്കാർ അതാ കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിന് ഗുണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഈ സാബു ജേക്കബിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അലസോരം പോലും ഒരു ബിസിനസ് ചർച്ചയിലുണ്ടായ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഈ കട്ട മുതൽ പങ്കുവയ്ക്കുന്നതിൻ്റെ അകത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രമേ നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാം. സാബു എന്ന് പറയുന്ന ഒരു മുതലാളി പറയുന്ന കാര്യങ്ങൾ ഒരു ഓർഡർലി ആയിട്ട് നിന്ന് കേൾക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരും അദ്ദേഹത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നവരും ആശ്രിതവത്സരായിട്ടുള്ള കുറെ ആൾക്കാർ, ആ ഒരു പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിനുള്ള ആൾക്കാർ എന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ ഒരു കൂട്ടം. അതിൻ്റെ അകത്ത് എവിടെയാണ് ജനാധിപത്യം വരുന്നത്? എവിടെയാണ്? ആം ആദ്മി പാർട്ടിനെ അത്രയും പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് 2020 എന്നാണ്. നമസ്കാരം, വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 2020 കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു സാധ്യതകളെ കുറിച്ചാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത ഇലക്ഷൻ വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. അപ്പം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ 2020 വന്ന പുതിയ കുറച്ച് ആൾക്കാരുടെ പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സാധ്യതകളൊക്കെ ഉണ്ട്. 2020 ഒരു മധ്യ തിരുവിതാംകൂറിൽ അവര് ടാർഗറ്റ് ചെയ്ത് 8-10 സീറ്റുകളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് PR വർക്കുകാർ പറയുന്നത്. അങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചെറിയൊരു വേരിയേഷൻ പോലും കേരള രാഷ്ട്രീയത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ UDF ഒരു കുറച്ച് മേൽക്കൈയുള്ള സ്ഥലത്തു നിന്നും ആ ഒരു വോട്ട് ബാങ്ക് ആരുടെ വോട്ട് ബാങ്കാണ് ഈ 2020 കൈയടക്കുന്നത്, അവർക്ക് ഉള്ള അവരുടെ സാധ്യതകൾ, ബാക്കിയുള്ള ആ ആശയം 2020 എന്ന് പറയുന്ന അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വന്ന ആ പാർട്ടിയുടെ ഒരാശയം കേരള രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. പറ്റീഷ എന്ത് പറയുന്നു? ഗുഡ് മോർണിംഗ് ഫ്രം ഇന്ത്യ. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ജനങ്ങൾ എപ്പോഴും പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോഴത്തേനും ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നോക്കുന്നത് പാർട്ടിയേക്കാൾ ഉപരി എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഏതൊരു വ്യക്തിയെ നമ്മൾ എടുത്താലും അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഊബറിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാറിൽ നമ്മൾ ഊബറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, പണ്ട് ഞാൻ വോട്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ മൗലിക അവകാശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം ആ നല്ല സ്ഥാനാർത്ഥിയെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കരുത്, പാഴാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുമല്ലോ. ആ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞങ്ങൾ ഇത്രനാളും വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രനാളും കുറെ പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു, അപ്പോഴൊക്കെയും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട്. മിക്കവാറും പേര് പറയുന്നുണ്ട്. പിന്നെ കുറെ പേരുണ്ട്, ഈ നമ്മൾ അന്തംസ് എന്ന് വിളിക്കുന്ന കുറെ പേരുണ്ട്. ഇനി എന്ത് തന്നെ കിട്ടിയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയാ, ഈ പിന്നെ വടിവേല് പറയുന്നത് പോലെ ബിൽഡിംഗ് സ്ട്രോങ് ആണ്, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഫൗണ്ടേഷൻ അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അതുപോലെയുള്ള കുറെ ആൾക്കാരും ഉണ്ട്. ജിൻസ് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനും, ഈ 2020 കാര്യം പറഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നിയത് അതാണ്. ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ 2020 ഒരു ഇതുണ്ടായിട്ടുള്ള എന്താ പറയാ, കിഴക്കമ്പലം ആയാലും
അവരുടെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ഈ അതുപോലെയുള്ള അവരെ ഒരു 2015 മുതലാണ് അവരുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുള്ളത്. 2015 കുറെ പഞ്ചായത്തുകളിൽ, അത് കഴിഞ്ഞ് 2020 കുറെ പഞ്ചായത്തുകൾ. ഇപ്പൊ അവർ കുറെ എക്സ്പാൻഡ് ചെയ്യാണ്, 20% കൂടെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും വേറെ കുറെ സ്ഥലത്തേക്കും കൂടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറെ മുതലാളിമാരുടെ ഇതൊരു കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോഴത്തേനും അത് വികസനമുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവര് നോക്കുന്നത്. എന്തൊക്കെ വികസനങ്ങളാണ് ഈ ഒരു പാർട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് അവരുടെ പഞ്ചായത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ആൾക്കാർ പൊതുവെ നോക്കുന്നത്. ഏതൊരു പാർട്ടിയെ തിരഞ്ഞെടുത്താലും, അത് ഇടതായാലും വലതായാലും, ഇനി രണ്ടിൽ നിന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുത്തുന്ന ഒരാളായാലും അങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പൊ 2020 എന്നൊരു പാർട്ടി ആദ്യം വന്നപ്പോഴത്തേനും ജനങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് വികസനം ഉണ്ടാകാൻ സാധ്യത എന്നുള്ള ഒരു തരത്തിലായിരിക്കണം അവർ ആ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു വികസനം, അത് എന്താ പറയാ, ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു പിന്നെ ബാലൻസ്, അതെങ്ങനെയാ അവർ ബാലൻസ് ഉണ്ടാക്കിയെടുത്തത്? അവരുടെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് അവർ ബാലൻസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന വികസനങ്ങൾ, ഭക്ഷ്യ വിതരണത്തിലുണ്ടായ വികസനം, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലുണ്ടായത്, വാട്ടറിന്റെ കാര്യത്തിലുണ്ടായത്, റോഡിന്റെ കാര്യത്തിലുണ്ടായത്, എന്നിട്ടും ബാലൻസ് വരിക എന്നുള്ളത്, ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകുന്ന എന്നുള്ളതായിരിക്കാം. ഇപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേനും കുറെ ഒരു മുതലാളിയുടെ കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സംവിധാനം, ഇപ്പൊ നമ്മളൊരു കമ്പനി എടുക്കുമ്പോൾ ആ കമ്പനിയുടെ കീഴിലേക്ക് ഒരു പഞ്ചായത്ത് മാറുന്നോ എന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് നമ്മുടെ പരിസരം വൃത്തിയായിരിക്കുന്നുണ്ടോ? നമ്മളുടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും ദരിദ്രരല്ലാതെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അതിദരിദ്രരല്ലാത്ത ഇതെന്ന് പറയുന്നു. അപ്പൊ ദരിദ്രരുണ്ടെന്നാണ്. അതിദരിദ്രരില്ലെങ്കിലും ദരിദ്രർ ഇവിടെ ഉണ്ടെന്നാണ്. നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് ദരിദ്രരായ ആൾക്കാര്. അപ്പൊ എങ്ങനെയാ ഇവിടെ അതിദരിദ്രര് ഇല്ലാതാകുന്നത്? ഉണ്ട്, ഇവിടെ അതിദരിദ്രരുണ്ട്. എത്രയോ ആൾക്കാർ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പട്ടിണി കിടന്ന് മരിക്കുന്ന ആൾക്കാരുള്ളപ്പോഴത്തേനും അതെങ്ങനെയാ അതിദരിദ്രരല്ലാതാകുന്നത്? സോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി വരുമ്പോഴത്തേനും അതിനെ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുന്നത്? ജനങ്ങളെ എങ്ങനെ നമുക്ക് തെറ്റു പറയാൻ പറ്റും? ഇപ്പോ 2020 എന്നല്ല, ഏതൊരു പാർട്ടി വന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അവർ ചെയ്യുന്ന വികസനങ്ങൾ നടക്കുമ്പോൾ ആ ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റുക? അപ്പൊ ആ ഒരു രീതിയിലേക്ക് മറ്റുള്ള പാർട്ടികളും, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏതൊരു ഇടത് വലത്, ഞാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നില്ല, ഇടത് വലത് പക്ഷ പാർട്ടികൾ അതിന്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ അവരെന്താ ചെയ്തെന്നുള്ള കണ്ടിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് ഇവർ ചെയ്തത് എവിടെയാണ് ഇവർക്ക് പിഴച്ചു പോയതെന്ന് കണ്ടെത്തിയിട്ട്, ഇവർ വികസനം നടത്തിയില്ലെന്നല്ല, ഇവരാണ് വികസനം നടത്തിയത്. ആ വികസനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എവിടെയാണോ പാളിച്ച പറ്റിയത് ആ പാളിച്ചയെ നികത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്, അവിടെയാണ് അവിടെ കൊണ്ടുവന്ന് എന്താ പറയാ, പിന്നെ റോഡ് ടാർ ചെയ്യുന്നത് പോലെ അവരവിടെ ചെയ്ത് ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുന്നത്. ആ പാളിച്ചയാണ് നമ്മൾ നികത്തേണ്ടത്, അതായത് ഈ പാർട്ടികൾ നികത്തേണ്ടത്. അല്ല, പറ്റീഷ പറഞ്ഞ ആ ഒരു വികസനം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മേഖലയിലാണ്. ജേക്കബിന്റെ ഒരു അഭിപ്രായം എന്താണ് 2020യെ കുറിച്ച്? ഈ കേരളത്തിലെ ഈ സമയകാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ് ഈ 2020. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് 2020യെ പറ്റിയാണ്. പക്ഷേ ഇന്നലെയാണ് കേരള മുഖ്യമന്ത്രി ഈ കേരളത്തെ അതീവ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഭരിച്ചിട്ടും നമുക്ക് ഏകദേശം 6 ലക്ഷം പേരെ, കഴിഞ്ഞ മാനിഫെസ്റ്റോ പ്രകാരം ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഏകദേശം 6 ലക്ഷം പേരെ നമുക്ക് ഇവിടെ അതിദാരിദ്ര്യമായിട്ടുള്ള അവരെ കണക്കിലുണ്ടല്ലോ. അതിൽ നിന്ന് എങ്ങനെയാണ് 60 പേരെ ഫിൽട്ടർ ചെയ്ത്? ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കേരളം 10 കൊല്ലം ഭരിച്ചിട്ടും കേരളത്തിൽ നിന്നും അതിനൊരു ശാന്തി കിട്ടിയില്ല. അപ്പോൾ ഒരു ചെറിയ ഒരു കിഴക്കമ്പലം പോലെയുള്ള ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട്
അവിടുത്തെ ജനങ്ങളുടെ സ്വീകാര്യത പിടിച്ച് പറ്റിയ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ 2020. മറ്റു ഇപ്പോൾ അടുത്ത തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരികയാണല്ലോ. ഇവിടെ ഏത് ഒരു സംവിധാനമാണ്, ഏതൊരു പഞ്ചായത്താണ് മുഴുവനായിട്ട് ജനങ്ങളെ കേന്ദ്രീകരിച്ച് ജനസമ്പർക്കപരമായിട്ടുള്ള വികസന പരിപാടികളുമായി മുന്നോട്ട് പോയിട്ട് ജനകീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന് ഒരു വികസനം കൊണ്ടുവന്ന ഏതെങ്കിലും പഞ്ചായത്തുണ്ടോ? ഇവിടെ ഇപ്പോൾ 3 പൊളിറ്റിക്കൽ പാർട്ടികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, അതുകൂടാതെ BJP ഉണ്ട്. ഇവിടെ ഈ LDF ഭരിക്കുകയാണെങ്കിൽ അതിനകത്ത് BJPക്കാരെ അല്ലെങ്കിൽ അലയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ UDF വരായിട്ട് തുരങ്കം വെക്കും. ഇനി UDF ഭരിക്കുകയാണെങ്കിൽ BJPക്കാരായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കായിട്ട് അലയൻസ് ആയിട്ട് ആര് ഭരിച്ചാലും ഈ 3 പാർട്ടികളും പരസ്പരം ഇനിയിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ അവരുടെ ആയ അണികൾക്ക് മാത്രമാണ് അതിൻ്റെ സേവനങ്ങളും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കും ഒക്കെ കൂടുതൽ നൽകുന്നത്. പക്ഷേ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയ്ക്ക് പോലും ഈ സാബു ജേക്കബിൻ്റെ 2020 എന്ന പാർട്ടി അതിൻ്റെ ശൈശവ ദശയിലെ ആൾക്കാരുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു ശ്രദ്ധാകേന്ദ്രം ആയിട്ട് വരുമ്പോൾ ഒരുപാടായിട്ടുള്ള വികസന പരിപാടികൾ അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ ഒരു കാര്യമാണ് ഗോഡ്സ് വില്ലാസ് എന്ന ഭവന പദ്ധതിയുണ്ട്. കിഴക്കമ്പലത്ത് 2020 എന്ന ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏകദേശം 1,00,000 വീട് കോളനി ഒരു ആധുനിക വീടുകളാക്കി മാറ്റി. അതുപോലെ 2 കിടപ്പുമുറികൾ, അടുക്കള, കുളിമുറി, സിറ്റ് ഔട്ട്, പിന്നെ ഏകദേശം അതിന് 6 കോടി രൂപ ചെലവാകുന്ന 37 വീടുകളുണ്ടായി. അങ്ങനെ 100 കണക്കിന് വീടുകൾ കൈമാറിയതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൂടാതെ അവർ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റുണ്ട് ആ കിഴക്കമ്പലത്ത് തന്നെ. അവിടെ തന്നെ ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം ഈ 1,62,200 നിലവിൽ മാർക്കറ്റ് വിലയേക്കാൾ ഏകദേശം 50 മുതൽ 70% വരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് പറയുന്നത്. അങ്ങനെ വിവിധമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതികളെല്ലാം ആ കിഴക്കമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് അവർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ്. ഇപ്പോൾ സമീപകാലത്താണ് അവിടുത്തെ നമ്മളൊരു ബസ് സ്റ്റോപ്പ് കണ്ടിരുന്നത്. ഏറ്റവും മാതൃകമായിട്ടുള്ള സാധാരണ ഈ യൂറോപ്യൻ നാടുകളൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് സംവിധാനമാണ്. അവിടെ വാഷ്റൂമും പിന്നെ ബാക്കിയുള്ള വിശ്രമ ഈവൻ നമുക്ക് അത്യാവശ്യം അവിടെ AC ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഇത്ര ഒരു മോഡേണിറ്റി ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇതെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഇതെല്ലാം ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു തരംഗമാണ് സമ്മതിക്കുമ്പോൾ പോലും ഇതിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. ഈ ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുമ്പോൾ തന്നെയും ഇതിൻ്റെ ഈ സാബു ജേക്കബിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഒരു വേള അദ്ദേഹത്തിന് കൂറ് മുഴുവൻ കെജ്രിവാളിനോടായിരുന്നു. കെജ്രിവാൾ ചൂലും എടുത്ത് വഴിക്ക് ഈ സ്റ്റാൻഡ് വിട്ടു പോയപ്പോൾ ഇരിപ്പതം കെജ്രിവാളിന് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ മതേതരമായിട്ടുള്ളൊരു പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അദ്ദേഹം ഒരു വർഗീയ പാർട്ടിയുടെ ഇതിനോട് ഒട്ടിച്ചേർന്ന് ഇപ്പോൾ BJP അലയൻസിനോടുള്ള അതിനുള്ള എല്ലാവിധമായിട്ടുള്ള അതിനുള്ള ചട്ടങ്ങളും അദ്ദേഹം അല്ലെങ്കിൽ അതിനുള്ള എല്ലാവിധമായിട്ടുള്ള വാദഗതികളും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പിണറായിയോട് ബന്ധപ്പെട്ട ഒരു കമൻറ്റ് വന്നത്. പിണറായിയുടെ എല്ലാവിധമായിട്ടുള്ള രഹസ്യങ്ങളും എനിക്കറിയാം. അദ്ദേഹം മായ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായമായിട്ടാണ് ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇത്രയും അധികം ഒരു അഴിമതി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യ കേന്ദ്രമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെയും ഇദ്ദേഹം അഴിമതിക്ക് കുടപിടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു ആരോപണം സാധാരണക്കാരൻ മനസ്സിൽ കടന്നു വന്നാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് അവിടെ പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ഇദ്ദേഹം ഇത്രയും ജനോപകാരപ്രദമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വിധമായിട്ടുള്ള യാതൊരു വിധമായ തിന്മയുടെ ശക്തികളും കടന്നു വരാത്ത രീതിയിലും ഒരു കുറ്റമറ്റ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിനെ ഈ രീതിയിൽ നമ്മൾ കുറ്റാരോപണമായിട്ട് അല്ലെങ്കിൽ സംശയിക്കപ്പെടേണ്ട ഒരു ആരോപണ തലത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തിന് കൊണ്ട് നിർത്താൻ നോക്കുകയാണ് ഒരിക്കലും മുതിരില്ലായിരുന്നു. അതുകൊണ്ട് സാബു ജേക്കബ് എന്ന വ്യക്തി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ
ഒരു സംശയത്തിന് അതീതമായിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് സംശയത്തിന് മുൾമുനെ തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പറ്റീഷ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഒരു കാര്യവും ജേക്കബ് ആദ്യ പാട്ടിൽ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കിഴക്കമ്പലത്തെ ഒരു വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കിഴക്കമ്പലത്തെ ഒരു വികസനം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന്റെ മാത്രം ഒരു വികസനമാണ്. ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് സാബു ജേക്കബിന്റെ കിറ്റെക്സ് എന്ന് പറയുന്ന വലിയ കമ്പനി തുടങ്ങി അത് ആയിരക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പൊ എല്ലാ കമ്പനികൾക്കും നിങ്ങൾക്കറിയാം, നമുക്ക് ഇവിടെയുള്ളതുപോലെ ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്ന് പറയുന്നത് പോലെ ഈ CSR ഫണ്ടുണ്ട്, സോഷ്യൽ ഒരു ഫണ്ടുണ്ട്. സാബുവിന്റെ അതിബുദ്ധിയാണോ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ വികസന പരിപാടികളിൽ അദ്ദേഹത്തിന്റെ ബിസിനസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടികൾ മാത്രം ചെയ്തതായിരിക്കാനുള്ള സാധ്യതയാണ് അതിൻ്റെ അകത്ത് കാരണം അദ്ദേഹം വളരെ ബുദ്ധിമാനായുള്ള ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവട സാധ്യതകൾ മാത്രമായ അദ്ദേഹം ഒരു മോഡല്, അതായത് കേരളത്തിലെ ഒരു പഞ്ചായത്ത് മാത്രം കേന്ദ്രീകരിച്ച് അത്രയും വലിയൊരു കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ റോഡുകൾ നല്ലതായിരിക്കും, അവിടുത്തെ പഞ്ചായത്ത് സൗകര്യങ്ങൾ വളരെ നല്ലതായിരിക്കും. അതായത് 2020 അതായത് ഒരു മോണപ്പൊളി ആയിട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തും അതിന്റെ ചുറ്റുവട്ടത്തുള്ള കുറെ കാര്യങ്ങളും വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ആയിരക്കണക്കിന് സ്റ്റാഫ് അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാഫിന് ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്കൊരു വികസന മാതൃക എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു 2020 എന്ന് പറഞ്ഞ പാർട്ടീനെ നമ്മൾ അവരുടെ ആശയത്തെക്കുറിച്ചും അഴിമതി മുക്തമായിട്ടുള്ള ആ പാർട്ടിയുടെ ആശയത്തെയൊക്കെ നമുക്ക് കണക്കിലെടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് അതിന്റെ പ്രശ്നം. ഒരു മുതലാളിയാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. കാരണം ഈ മുതലാളിമാർ ഇപ്പൊ നമ്മുടെ രാജ്യവും ഭരിക്കുന്നത് ഒരു മുതലാളിയാണല്ലോ. ഒരു മുതലാളിയുടെ അദ്ദേഹം ഇതിനെ ഒരു ഫാമിലി ബിസിനസ് പോലെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിപ്പോ അതിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പബ്ലിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് എല്ലാ തട്ടിലുള്ള ആൾക്കാരെയും അവരെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഫോക്കസ് എപ്പോഴും ആ ബിസിനസ്സിലേക്കായിരിക്കും. അവർക്ക് സ്റ്റേറ്റിന്റെ വെൽഫെയറോ, ഇപ്പൊ നമ്മൾ പറയും ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പല സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകളും കട്ട് ചെയ്തു. അതിനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പാർട്ടി അനുകൂലിക്കുന്ന ആൾക്കാർ അതിനെ ന്യായീകരിക്കുന്നുമുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും അതിനെ പല തലത്തില് പല സാമൂഹിക അന്തരീക്ഷത്തിന് ഉതകുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അത് ഒരു ബിസിനസ്സുകാരന്റെ തോട്ട് പ്രോസസ്സും ഒരു സോഷ്യൽ വർക്കറുടെ തോട്ട് പ്രോസസ്സും ഡിഫറെന്റ് ആണ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ രാജ്യത്തെ ഒരു ബാലൻസ് ഷീറ്റ് ഇപ്പൊ നമുക്കുള്ള നഷ്ടം എഴുതി അക്കൗണ്ടിൽ കാണിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ഭരണമെന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളതെങ്കിൽ അങ്ങനെ സാബു ജേക്കബ് പറയുമ്പോൾ ഈ സാബു ജേക്കബിന്റെ ബിസിനസ് താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ CSR ഫണ്ടും ഉപയോഗിച്ച് അവിടെ ഒരു വികസനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ജേക്കബ് രണ്ടാം ഭാഗത്തിൽ പറഞ്ഞ ആ ഒരു അദ്ദേഹത്തെ സംശയത്തിന്റെ മുലയിൽ നിൽക്കുന്നത്, ഞാൻ ഇതിനെ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു വരവ് പോലെയാണ് ഇതിനെ കാണുന്നത്. കേരളത്തിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഭരിക്കുന്ന പാർട്ടികളുടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് പറയാം LDF ഇടതുപക്ഷ അതിനോടുള്ള എതിർപ്പ് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാം. ഇപ്പൊ കോൺഗ്രസിനോടും അല്ല UDF-നോടും വളരെ എതിർപ്പുള്ള ഒരു സമൂഹം ഉണ്ടായിരിക്കാം. അത് കൂടാതെ തന്നെ ഇപ്പൊ മൂന്നാം മുന്നണിയായിട്ട് പെട്ടെന്ന് വരുന്ന 20% കൂടി വോട്ട് നേടുന്ന BJP-യുടെ ഒരു മുന്നണി, ആ അലയൻസിൽ അവർക്ക് ഇങ്ങനെ ചോയ്സ് ഉണ്ട്. ആ ചോയ്സിലേക്ക് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തേക്ക് 2020 എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ്. കാരണം പിണറായി ആയിട്ട് ജേക്കബ് പറഞ്ഞ പോലെ കുട പിടിച്ച് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തെ മുള്ളാൻ കൊണ്ടുപോകുന്നത് വരെയും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് വരെയും ഞാനായിരുന്നു എന്ന് പറയുമ്പം അവർ തമ്മിൽ എത്ര അന്തർധാര സൗകര്യമാണ്. അദ്ദേഹം ഈ LDF സർക്കാരിനെതിരെ വരുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിച്ചതാണ്. ഏതോ ഒരു പോയിന്റിൽ ഇവർ തമ്മിൽ തെറ്റി. അങ്ങനെ ഒരാളെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ പറഞ്ഞത് തന്നെ അപ്പൊ അങ്ങനെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നേതൃത്വമല്ല ആ പാർട്ടിക്കുള്ളത്. ഇപ്പം എന്നിട്ട് അവരുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ PV ശ്രീജനെ പോലെ അത്ര ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നതല്ലാത്ത പേരുദോഷമുള്ള ഒരാളെ പോലും ജനങ്ങൾ വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത്ര ഒരു യുനാനിമസ് ആയിട്ട് ഒരു ഇലക്ടറലൊന്നും ഇപ്പൊ ഈ പറഞ്ഞ 2020 കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു ബിസിനസ് താല്പര്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത് വന്നു കഴിഞ്ഞാൽ അവർ എങ്ങോട്ട് വേണേലും അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള. ഇപ്പം ഇടതുപക്ഷ ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അദ്ദേഹത്തിന്റെ ബിസിനസ് തെലങ്കാനയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കും? അതുപോലെ തന്നെ ഈ 2020 എന്നാ പറഞ്ഞ ആശയത്തിനോട് അനുകൂലിച്ച് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പൊ അതുമായിട്ട് സഹകരിക്കുന്നില്ല. ആ സഹകരിക്കാത്ത ഇപ്പൊ ചില ബിസിനസ് താല്പര്യങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധങ്ങളുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറെ PR വർക്ക് നല്ല രീതിയിൽ PR വർക്ക് നടത്താൻ പറ്റുന്ന സംവിധാനം ഈ പാർട്ടിക്കുണ്ട്, 2020 ഉണ്ട്.
അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഗ്രാസ് റൂട്ടിലും കുറച്ച് പ്രവർത്തകരുണ്ടാവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആം ആദ്മി പാർട്ടി കളിച്ചതുപോലെ ഒരു കളിയാകാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ച് ഈ 2020 എന്ന് പറയുന്ന പാർട്ടീനെ അവരുടെ കെണിയിൽ വീഴുന്ന ആൾക്കാർ അത് കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിന് ഗുണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ പഞ്ചായത്തിന്റെ വികസന മോഡൽ വെച്ച് കേരളത്തിന് വലിയൊരു വികസനം ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സുകാരന്റെ ഒരു ഷൂഡ് ബുദ്ധി എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ചായാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫണ്ടിന്റെ പുറത്ത് മാത്രം നടക്കുന്ന ഒരു വികസനം കേരളം മുഴുവൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഇതുവരെയും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ബാക്കി രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു പ്രത്യേക അജണ്ട ഇപ്പൊ ഈ ഒരു മോഡൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെയൊക്കെ കേരളത്തിനെ ആക്കും എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു പ്രവർത്തനവും അദ്ദേഹം തന്നില്ല. അത് തന്നെയല്ല നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ അലസോരം പോലും ഒരു ബിസിനസ് ചർച്ചയിലുണ്ടായ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഈ കട്ട മുതൽ പങ്കുവയ്ക്കുന്നതിൻ്റെ അകത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രമേ നമുക്കിപ്പോ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ജിൻസ് പറഞ്ഞ കാര്യങ്ങള് കുറെയൊക്കെ ശരിയാണ്. അത് കാരണം ഈ ഒരു ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ വികസനമാണ്. അപ്പൊ നമ്മള് ആ ഒരു അവിടുത്തെ വികസനം എന്തായാലും വെളിയിലോട്ട് വരുമ്പോഴത്തേനും ആൾക്കാർ അത് കാണുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, ആ ഒരു വികസനം കാണുന്ന പിന്നെ നഗരത്തിലുള്ള ആൾക്കാർക്ക് അവിടെ എന്തോ നടക്കുന്നുണ്ടെന്നും അവിടെ എന്തോ വികസനം സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട് വെളിയിലുള്ള നഗരവാസികൾക്ക്. അപ്പൊ അവർക്ക് അതിലൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. ഈ പറഞ്ഞ ഇപ്പൊ ജേക്കബേടൻ പറഞ്ഞതിനോടും ജിൻസ് പറഞ്ഞതിനോടും ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തൊക്കെയോ വികസനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രതീതി വെളിയിലുള്ള നഗരവാസികളായ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അടുത്തൊരു തലമുറയ്ക്കോ അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷന് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാവുന്നുണ്ട്. സോ അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു പഞ്ചായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അപ്പൊ അവരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് ഇതുപോലെ ആയിക്കൂടാ എന്നൊരു ചിന്ത വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അതിന്റെ ഒരു കാതൽ അതാണ്. പക്ഷെ എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ അല്ല ഒരിക്കലും ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ, ഒരു സിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും അതിന് വളരെയധികം വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് രണ്ടും എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകാൻ താമസം എടുക്കും എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം നേരത്തെ ഈ ഇതിലേക്ക് 2020 ചേർന്നിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിമാരൊക്കെ ഇപ്പോ കുറച്ച് സൈലന്റ് ആയിരിക്കുന്നതിന്റെ മുഖ്യ കാരണം അത് തന്നെ ആയിരിക്കാം. കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഫണ്ടിങ് ആയിട്ട് തോന്നുന്നത് കൊണ്ടും പിന്നെ ഒരു പ്രത്യേക ഒരു ലോക്കൽ ബോഡി അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡി ഉള്ളത് കൊണ്ടും പിന്നെ ഒരു ലോക്കൽ ഗവൺമെന്റ് പോലെ അത് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ഈ പിന്നെ ഈ 2020 ചേർന്ന മുതലാളിമാര്, കോർപ്പറേറ്റ് മുതലാളിമാര് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇതിലേക്ക് ആകർഷിച്ചിട്ടുള്ളവരൊക്കെ പിന്നീട് അത് മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു വൺ മാൻ ഷോ പോലെ ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഒരു കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫണ്ടിങ് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ചും പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നതൊക്കെ അവസാനം ഇവർക്ക് കോടതി വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2015-ലും 2020-ലും പിന്നെ മറ്റുള്ള ഇലക്ഷൻ വന്ന സമയത്തും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവർ അതോടനുബന്ധിച്ച് ചെറിയ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും, ചെറിയ വികസനങ്ങൾ എന്നല്ല, പലതരം എന്താ പറയാ, ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചതും ഈ പിന്നെ ഭവന നിർമ്മാണ പദ്ധതികളോട് സംബന്ധപ്പെട്ട പല വികസനങ്ങളുമായിട്ട് വന്നപ്പോഴേക്കും തട ചെയ്യപ്പെട്ടതും ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നതും അതിന്റെ ഫണ്ടിങ് സോഴ്സുകൾ വെളിപ്പെടുത്തേണ്ടി വന്നതും ഒക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോഴത്തേനും ഈ പഞ്ചായത്തും സിറ്റിയുമായിട്ട് വരുമ്പോഴത്തേനും വരുന്ന ഒരു വിഷയമുണ്ടല്ലോ. അപ്പൊ അതും
ഇവരുടെ കയ്യിൽ നിൽക്കുന്നതാണോ, അതൊരു പിന്നെ ഒരു ഫൈനാൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള അതിന്റെ ഒരു കോംപ്ലക്സിറ്റി, പിന്നെ ഒരു സ്റ്റേറ്റ് വൈഡ് പോകാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇവർ വിചാരിക്കുന്ന ഇവർക്കൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പാർട്ടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവർക്ക് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഒരു പ്രാക്ടീസാണ് ഇവർക്കുള്ളത്. ഇപ്പൊ ഈ ജേക്കബേട്ടനും ജിൻസും പറഞ്ഞതുപോലെ തന്നെ. അത് കൂടാതെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു വെൽഫെയർ മോഡലാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവരുടെ ഒരു കോർപ്പറേറ്റ് മോഡൽ ഇവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ ഇവർ സ്ട്രാറ്റജി ആയിട്ട് എടുത്തുകൊണ്ട് ഇവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പാളിച്ച് ഇവർക്ക് തുടക്കം മുതൽ തന്നെ ഉണ്ട്. അത് എക്സ്പാൻഡ് ചെയ്ത് കോർപ്പറേഷനിലേക്കും മറ്റ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനിലേക്കും പിന്നെ അത് സ്റ്റേറ്റിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് അതെന്തായാലും അതൊരു എന്താ പറയാ അവർക്കൊരു പാളിച്ച തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൊളാപ്സ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അല്ല, പക്ഷേ ഇവർക്ക് ഒരു എങ്ങനെ ഒരു രാഷ്ട്രീയം പറയാൻ പറ്റും, ജനാധിപത്യം എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതിപ്പം സാബു എന്ന് പറയുന്ന ഒരു മുതലാളി പറയുന്ന കാര്യങ്ങൾ ഒരു ഓർഡർലി ആയിട്ട് നിന്ന് കേൾക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരും അദ്ദേഹത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നവരും ആശ്രിതവത്സരായിട്ടുള്ള കുറെ ആൾക്കാർ, ആ ഒരു പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിനുള്ള ആൾക്കാർ എന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ ഒരു കൂട്ടം. അതിൻ്റെ അകത്ത് എവിടെയാണ് ജനാധിപത്യം വരുന്നത്? എവിടെയാണ് അവര്? അതിൻ്റെ അകത്ത് ഒരു ജനാധിപത്യവും ഇല്ല. അവർ ആ ജനാധിപത്യ രീതിയിലല്ല അത് പ്രവർത്തിക്കുന്നത്. പിന്നെ അരാഷ്ട്രീയവാദികളായിട്ടുള്ള, അതായത് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് UDF-നും LDF-നോടും എതിർപ്പുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ ഈ പറയുന്ന നെറ്റിൽ അല്ല ഈ വരുന്ന കെണിയിൽ പോയി പെടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ ഈ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം മാത്രം ആലോചിച്ചാൽ മതി. അത് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, എത്ര കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു, എത്ര കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ ഈ എന്നാ പറയുക കറപ്ഷൻ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കറപ്ഷന്റെ പേരിൽ അകത്തു പോകുന്നു. അതൊക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു കളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെ അല്ലാതെ ഒരു പാർട്ടി ഫണ്ട് മേടിച്ച് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എവിടെയൊക്കെ കൊണ്ടാണ് ഫണ്ട് ഇറക്കിയത്? ഗോവയിൽ കൊണ്ടുപോയി ഫണ്ട് ഇറക്കി, ബോംബെയിൽ കൊണ്ടുപോയി ഫണ്ട് ഇറക്കി, ബീഹാറിൽ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയി. എന്തായിരുന്നു? അപ്പൊ ഒരു ഫണ്ട് വരാതെ ഈ കാര്യങ്ങൾ നടക്കുകയല്ലോ. ആ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ആ പാർട്ടി ചില വഴിവിട്ട നീക്കങ്ങൾ നടത്തി. കാരണം യഥാർത്ഥത്തിൽ മറ്റു രാഷ്ട്രീയക്കാർ പറഞ്ഞു, കാരണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പല വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ അത് നടത്തി. അദ്ദേഹം ഒരു IAS കാരനായിരുന്നുകൊണ്ട് അതിന്റെയും വളരെ ഷൂഡ് ബുദ്ധിയായിരുന്നു. സാബു ജേക്കബിന്റെ ഉന്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറില് ഇപ്പൊ UDF-ന്റെ കുറച്ച് വോട്ടുകൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സംശയ നേടൽ കാണുന്നത്. കാരണം ഭിന്നിച്ചു കഴിഞ്ഞാൽ വീണ്ടും പിണറായിക്ക് ഒരു ഭരണം കൊടുക്കാനുള്ള ഒരു കളികൾ, അല്ലെങ്കിൽ അദ്ദേഹം BJP അദ്ദേഹത്തിന്റെ ബിസിനസ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനായിട്ട് BJP-യുമായിട്ട് ഇപ്പൊ UDF-നോടോ LDF-നോടോ എതിർപ്പുള്ള ആൾക്കാർ ഒക്കെ ഒരു ചോയ്സ് ആയിട്ട് ഈ ഒരു പാർട്ടിയെ കാണാൻ എനിക്ക് ആം ആദ്മി പാർട്ടിനെ അത്രയും പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് 2020 എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പ്രവർത്തനങ്ങളാണ്. കാരണം അദ്ദേഹത്തിന്റെ പിണറായിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ടുണ്ടായിരുന്ന ബന്ധം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് നമ്മൾ അങ്ങ് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം ആ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും സംസർഗ ഗുണദോഷ എന്ന് പറയുന്ന പോലെ സാബു ജേക്കബ് ഒരു പാർട്ടാണ്. അപ്പം ആ പാർട്ട് പറ്റി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പുറത്ത് വന്നിട്ട് ഇതിനെ വിളിച്ചു പറയുകയും കൂടി ചെയ്യുമ്പോൾ അതിലുള്ള വിശ്വാസം പോയി. ആ രാഷ്ട്രീയത്തിൽ ഈ 2020 മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു മുതലാളിത്ത രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലവിൽ ഈ പാർട്ടിയുടെ ഒരു പ്രവർത്തനം അത് സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിപ്പോ നമ്മൾ ഈ ആം ആദ്മി പാർട്ടി ഇപ്പോ ഈ ഡൽഹിക്ക് അപ്പുറത്തേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ വ്യാപിച്ചു. അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നല്ലോ. പക്ഷേ ഈ 2020 ഈ കിഴക്കമ്പലം ഇപ്പം അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഐക്കരനാട് അല്ലെങ്കിൽ മഴവന്നൂര് കുന്നത്തുനാട് ഇത് ഈ പഞ്ചായത്തുകൊണ്ട് കൂടി അവരെ ഒരു ശൈലി തുടരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പുറത്തേക്ക് ഈ 2020 വളരുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ഇത്രയും വികസന പരിപാടികൾ അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തോട് ഇപ്പോൾ ഒരു അനുഭവം കാണിക്കുന്ന കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് ഒരു കാര്യം ഒരു സാധാരണ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി എത്ര നേരമാണ് നമ്മളവിടെ അവിടെ അട്ടിപ്പേറി കിടക്കേണ്ട അവസ്ഥ വരുന്നത്.
അപ്പോൾ ഈ 2020 സംബന്ധിച്ച് എല്ലാം ഒരു ഗ്രീൻ ചാനലിലൂടെയാണ് പല സ്ഥലത്തും പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു അനുകൂല ഘടകമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ എന്താ പറയുക, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് അത് നിവർത്തിക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം മറ്റു ഇതര പഞ്ചായത്തിലേക്ക് കടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന് ഈ പോക്കറ്റിലേക്ക് എടുത്തിട്ട് ഇതുപോലെ വികസന പ്രവർത്തനം നടത്താൻ എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകുമെന്നൊരു കാര്യം കൂടെ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇത് ഒരു തുച്ഛമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഈ കൂടെ നടത്തും. നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ കുറ്റം പറയുമ്പോൾ പോലും ആൾക്കാർക്ക് നമ്മളല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ചേരികളോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയോട് നമുക്ക് കലശലായിട്ടുള്ള ഒരു വിയോജിപ്പ് നിലനിൽക്കെ തന്നെ ആൾക്കാർക്ക് വേണ്ടത് വികസനമാണ്. ആൾക്കാർ ഈ പറഞ്ഞ പോലെയുള്ള പൊളിറ്റിക്കൽ ആർഗ്യുമെന്റലിസ്റ്റ് അല്ലെങ്കിൽ നാളത്തെ അതായത് രാഷ്ട്രീയത്തെക്കുറിച്ചും ആൾക്കാർക്ക് വലിയ അവബോധമില്ല, അതിനെക്കുറിച്ച് ബോധമാരുമില്ല. അവർക്ക് അന്നുള്ള കാര്യങ്ങൾ കിട്ടണം, അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ജനമുള്ളിടത്തോളം കാലം ഈ സാബു ജേക്കബ് ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ ചാൻസ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള ഒരു പോകാൻ കാണുന്നില്ല. കാരണം പൈസയാണ് അതിനെല്ലാം മുഖ്യ ധാര. അപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ഈ മറ്റുള്ള ഇദ്ദേഹത്തെ ഈ കിഴക്കമ്പലത്തെ പരീക്ഷിക്കണ പോലെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്തോറും ആ ഒരു അതിൻ്റെ ഒരു സ്പിരിറ്റ്, അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ഊർജ്ജക്ഷമത, ഇതിനെല്ലാം പൈസയാണല്ലോ. അത് ആൾക്കാരുടെ കണ്ണ് കെട്ടാൻ ഈ ഇത്രയും കുറെ ചെപ്പട വിദ്യയൊക്കെ ചിലപ്പോൾ ആവിഷ്കരിക്കാൻ സാധിച്ചെന്ന് വരും. അതിനപ്പുറത്തേക്ക് അതിന് പറന്നുയരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻസ് പറഞ്ഞ ആ കാര്യമില്ലേ, ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം, അത് അവിടെ സംഭവിച്ചത് ആദ്യം തുടക്കത്തിൽ ആം ആദ്മി പാർട്ടിയിൽ അത് സംഭവിച്ചത് ഇങ്ങനൊരു ബൂമായിട്ട് വരികയായിരുന്നു. അത് മറ്റ് പാർട്ടികളുടെ ഒരു ഇതില് എന്താ പറയാ, ഭയങ്കരമായിട്ട് ജനങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇവരുടെ ഒരു വരവ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ഇതിലാണ് എല്ലാ ജനങ്ങളും അവരെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു വരവിൽ തന്നെ ഈ പറഞ്ഞ പോലെ ജിൻസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉണ്ടായിട്ടുള്ള എല്ലാ അഴിമതിയും, ഇവിടുന്ന് പോയ ഉള്ള ആൾക്കാരെല്ലാരും തന്നെയാണ് അവിടെയും ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായുള്ള അഴിമതിയും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴത്തേനും അത് ആകെപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഈ ഒരു നമുക്കിവിടെ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ 2020 ഒരു കാര്യത്തിൽ നമുക്ക് വരുന്ന ചോദ്യം, ഇപ്പൊ ജേക്കപ്പടം പറഞ്ഞ പോലെ തന്നെ ഇത് ഇവർക്ക് എവിടം വരെ പറന്നിങ്ങോട്ട് പോകാൻ പറ്റും? ഇവരുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ കിറ്റക്സിന്റെ ഒരു ഏരിയ ഉണ്ട്, അത് വിട്ടിട്ട് ഇവർക്ക് ഇപ്പോൾ അവർ കൊച്ചിയിലേക്ക് ഒക്കെ കണ്ണു വെക്കുന്നുണ്ടെന്ന് പറയുന്നത്. അവിടെയുള്ള കുറെ മുതലാളിമാരൊക്കെ ഈ കോർപ്പറേറ്റ് കുറെ ആൾക്കാർ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, ന്യൂസുകൾ വരുന്നുണ്ട്. സോ അങ്ങോട്ടേക്കൊക്കെ കണ്ണു വെക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു സിറ്റി ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഈ ഒരു പ്രിൻസിപ്പിൾസ് അവിടെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അത് ജനങ്ങൾ അംഗീകരിക്കുമോ? അതായത് ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേനും ഇവരിങ്ങനെ ഈ കിറ്റക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ അവർക്ക് അത് ചിലപ്പോൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. കാരണം അവിടെയുള്ള ജനങ്ങളെല്ലാം അവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട്, ഇപ്പൊ നേരത്തെ ജിൻസ് സൂചിപ്പിച്ചതുപോലെ. ഇനി ഒരു ഡെവലപ്മെന്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും അത് എന്താ പറയാ, മോർ ഇമ്പോർട്ടന്റ് ആണോ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെക്കാളും? അത് നമുക്ക് എടുക്കേണ്ടി വരും. ഇതിലേതാണ്, അതായത് ഒരു ഡെവലപ്മെന്റ് എഫിഷ്യൻസി ആണോ അല്ല പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് കൂടെ പോകുന്ന ജനങ്ങളുണ്ട്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്നത് ഇലക്ഷൻ വരുമ്പോഴത്തേനും? നമ്മളിപ്പോ ഇത്രയോ വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോഴത്തേനും ഏതിനായിരിക്കും കൂടുതൽ ജനങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതനുസരിച്ചായിരിക്കും 2020 മൂവ് കൊച്ചിയിലേക്ക് ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവർ മൂവ് ചെയ്യുമ്പോഴത്തേനും അവർക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചടി ആയാലും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടായാലും വരുന്നത്. പിന്നെ നമ്മളിവിടെ എന്നാണേലും ഒരു രാഷ്ട്രീയം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇപ്പൊ ഈ 2020 ഈ വികസന മാതൃക കണ്ട് അതിൽ പിടഞ്ഞു വീഴാതെ, അതുപോലെ തന്നെ ഇവരുടെ ഈ എതിരായിട്ട് കറപ്ഷൻ ഇല്ലാതെ വളരെ വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്നൊന്നും ഇതിലൊന്നും കണ്ട്
മയങ്ങുന്ന രാഷ്ട്രീയവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാര് ആ ഒരു പാർട്ടിക്ക്, ഇപ്പൊ നിങ്ങൾ LDFന് വോട്ട് ചെയ്യുന്ന കാരണം ഒരു വോട്ടിംഗ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ UDFന് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇനി BJPയുടെ ഒരു നെറ്റ്വർക്ക് ആ ഗ്രൂപ്പിന് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് നിലവിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണ്. അത് കേരളത്തിനൊരു വികസനം കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അത് ഒരു അഴിമതി വ്യക്തമായ ഒരു ഭരണമാകാനുള്ള സാധ്യതയില്ല. അവർക്ക് ഇതിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴത്തെ നിലവിലത്തെ രാഷ്ട്രീയ നിലവിൽ കാണുന്നില്ല. ഇനി ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി, നമസ്കാരം.